ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ തന്നെ രണ്ടുപേരും ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു വീട്ടിലൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു കേട്ടോ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജൊക്കെ ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നത്തെയും പോലെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ നമ്മൾ രണ്ടുപേരെയും പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. ചാർലിനെ ഇപ്പോൾ അഴിച്ചു വിടുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് സന്തോഷമായി എന്ന് നമ്മളോട് വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ ചാർലിനെ ഇങ്ങനെ ഓടി കളിക്കുന്ന കാണാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ആൾക്കിങ്ങനെ ഓടാനും ചാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ചാർലിയുടെ കുസൃതി കാരണം നമ്മൾ അധികം അങ്ങ് അഴിച്ചു വിടാറില്ല മുമ്പൊക്കെ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ആൾ അത്യാവശ്യം പക്വതയായിട്ടുണ്ട് കേട്ടോ. അധികം വലിയ പ്രശ്നമൊന്നും ആക്കാതെ നമ്മളെ തിരിച്ച് വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ട്. മുമ്പാണെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ വിട്ട് ഓടുമായിരുന്നു കേട്ടോ രണ്ടുപേരും. ഇപ്പോൾ അധികം ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെ വീടിൻ്റെ അടുത്തുകൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരുവിധ പേടിക്കാനുമില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമ്മൾ അഴിച്ചു വിടും കേട്ടോ. ഇപ്പോൾ നമ്മൾ കെട്ടിയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറത്തിറങ്ങുന്ന എക്സൈറ്റ്മെൻറ്റിൽ ചാർലി ചിലപ്പോൾ ഓടിക്കളിയും. അതുകൊണ്ട് തന്നെ ആദ്യമേ രണ്ടുപേരെയും ഒന്ന് കളിപ്പിച്ചതിന് ശേഷം ചാർലിനെ മുഴുവനായിട്ട് അഴിച്ചു വിട്ടാൽ അധികമൊന്നും പോവില്ല. അല്ലാതെ ഒറ്റയടിക്ക് അഴിച്ചു വിട്ടാൽ ചാർലി ചിലപ്പോൾ ആ ഒരു ഇതിൽ ഒറ്റ ഓട്ടം ഓടും. തേങ്ങ 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 ഇങ്ങതാ താ 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 കണ്ട എടുക്കാൻ പോയാൽ ഓടും. വേണ്ട അതേ എടുത്തോ. ഞാനത് വാങ്ങുമെന്ന് വെച്ചിട്ടാണ് ഈ പഴാക്കണം. അതേ പോകുന്ന കാട്ടിക്കൂടി. ഹേ ചാർലി വാ. എവിടെ എത്തി? ചാർലിക്ക് കൊടുക്കാനുള്ള പരിപാടിയാണോ? ചാർലിക്ക് കൊടുക്കാനാ? അയച്ചു വിടണ. നീ തേങ്ങ കൊണ്ട് കളിക്കുന്നത് കുഞ്ഞാ? ആ ചാർലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? ഇനിയിപ്പോൾ നീ വാങ്ങിച്ച എന്നെ ഇനിയിപ്പം ചാർലി കേട്ടോ തേങ്ങ കൊണ്ട് കളിക്കുന്നത്. ഇനിയിപ്പോൾ കുഞ്ഞിനത് വാങ്ങിക്കാൻ നോക്കും. ഇനിയിപ്പോൾ അവർ തമ്മിൽ അടിയായി കേട്ടോ. കുഞ്ഞൻ ചാർലിയിൽ നിന്ന് തേങ്ങ വാങ്ങിക്കാൻ പോവാണ്. പക്ഷെങ്കിൽ ചാർലി ചത്താലും കൊടുക്കില്ല. ഇവിടെ തേങ്ങക്കളിയാണ് കേട്ടോ. ആര് ജയിക്കും നമുക്ക് നോക്കാം. അയ്യോ ചാർലിനെ കെട്ടിയിട്ടിട്ട് പോലും ചാർലി കൊടുക്കുന്നില്ല കേട്ടോ. പേടിപ്പിക്കുന്നുണ്ട് ചാർലി. ചാർലി തരൂലടാ. കെട്ടിപ്പിടിച്ചു വായും കൊണ്ടും കയ്യും കൊണ്ടും തലയും കൊണ്ടും കഴുത്തും കൊണ്ടൊക്കെ ചാർലി തേങ്ങ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓ ഇന്ന് രണ്ടിനി കുളിപ്പിക്കണം കേട്ടാ. രണ്ട് രക്ഷയില്ല. ഫുള്ള് ചെളിയായി. ചെളി കുളിച്ചിട്ടാണ് ഉള്ളത്. ചെവി കടിച്ച് പറിക്കുന്നുണ്ട്. വാ അതെ പറയേ ചാർലി നിന്നെ അഴിക്കാനാന്ന്. ഇന്ന തേങ്ങ വേണ്ട ഇപ്പോൾ. പോന്നു മേ ബി. ആ അമ്പോ പൊടിയും അതിലേക്കൂടി ഒച്ച കേൾക്കുന്നുണ്ട്. കാണുന്നില്ല. ആ കണ്ട് കേട്ടോ. ആ ചാർലി പോകുന്നുണ്ട്. കുഞ്ഞൻ പുറകെ പോകുന്നുണ്ട്. ഓടിപ്പിടുത്താ ഓടി കളിക്കോട്ടോ. മതി ഇറങ്ങി തിരിഞ്ഞത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. മതി 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 മതി. വാ വാ ചാർലി വാ. ഇനിയിപ്പം കുഞ്ഞനെ ചാർലി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും സമയം ചാർലിനെ കുഞ്ഞനായിരുന്നു. സമയം ചാർലിനെ കുഞ്ഞനായിരുന്നു ഓടിച്ചത്. ഇപ്പം നേരെ തിരിച്ചാണ് കേട്ടോ. അതാ പോന്നു. ഓ പിടിച്ചു 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 പിടിച്ചു. ആ ഇനി ഒരു ഭാഗം പോലും ചെളി പെരങ്ങാനില്ല. അടുത്ത് പുഴയുള്ളത് ഏതായാലും നന്നായി. നേരെ കൊണ്ടുപോയി മുക്കുന്നു. ഓക്കെ ഇനിയിപ്പോൾ രണ്ടുപേരും നല്ലോണം മടുത്ത് കിതയ്ക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം സെറ്റാക്കി വെക്കാം. കുളിക്കാനല്ല കുടിക്കാനാണ്.
രാവിലത്തെ എക്സസൈസാണ് രണ്ടുപേരുടെയും. ഈ കാട്ടിന് നടുക്ക് കൂടി ഈ ചെടിക്ക് നടുക്ക് കൂടി ഓടുവാണ് കേട്ടോ. പക്ഷേ ചെടിക്ക് രണ്ട് സൈഡിൽ കൂടി ഓടുവാണ്. അപ്പം കുഞ്ഞൻ പുറകെ ഓടുന്നുണ്ട് കേട്ടോ. ഇവർ മാറ്റി മാറ്റി കളിക്കുന്നുണ്ട്, അതുകൊണ്ട് ബോറടി കുറവായിരിക്കും. അപ്പോൾ അതെ രണ്ടുപേർക്കും വെള്ളം കൊടുത്തു കേട്ടാ. കുഞ്ഞിനെ വേണ്ട, വെള്ളം വേണ്ട. ചാർലി കുടിക്കുന്നുണ്ട്. ചാർലി ഇടയ്ക്ക് പോയി നോക്കും പച്ചവെള്ളം തന്നെയാണോ എന്ന്. കുടിച്ചോ ചാർലി കുടിച്ചോ, ഓടാനുള്ളതല്ലേ, കുടിച്ചോ. ഇനിയിപ്പം പെഡിക്കിൻ്റെ ടൈമാണ് കേട്ടോ. പെഡിക്കിൻ്റെ ടൈം. ചാർലി കൂട്ടിക്കയറി. ചാർലി ഓടിപ്പോയിട്ട് അവിടെയുള്ളൊരു കല്ലിൽ ഇടിച്ച് കേട്ടോ. ഇറങ്ങിപ്പോയി. നല്ല വേദന പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ പേടിപ്പിക്കുന്നു കണ്ടപ്പോൾ ഓടി വന്ന് കൂട്ടിക്കയറി. പിന്നെ ഞാൻ അങ്ങ് വാതിലങ്ങ് അടച്ച കേട്ടോ. വേണ കൂട്ടിക്കയറി. വാ വാ വാ. ഞാൻ വെച്ച് കാലൊടിഞ്ഞു. കയറ്. അങ്ങനെ മെല്ലെ പോ. അങ്ങനെ ദൈവരണി നമ്മൾ കൂട്ടിലാക്കി കേട്ടോ. രണ്ടുപേരും അങ്ങനെ കൂട്ടിനകത്ത് കയറിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. നേരം വെളുത്തപ്പോൾ തന്നെ പരിപാടി തുടങ്ങി കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതേ രാവിലെ അമ്മമ്മ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കൃഷിക്കെല്ലാം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഹായ് പറ. ഹായ്. നമ്മളെ കുഞ്ഞെന്തേ ഇതിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാ. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചോ. എല്ലാവർക്കും സുഖമാണോ? കൈ ആക്കണ്ട. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബാ. ഓക്കെ, നമ്മളെ പയർ കൃഷിയൊക്കെ എന്തായി നോക്കാം. കുഞ്ഞിന് നമ്മളെ കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാം കേട്ടോ. അതെ, ആള് നടന്ന് പോകുന്നുണ്ട്. അതെ, അപ്പോൾ അതേ നമ്മൾ പയർ അത്യാവശ്യം വലിപ്പം വെച്ച് കേട്ടോ. അപ്പം ഇതിൻ്റെ ഓരോ പ്രോസസ്സ് ഞാൻ എല്ലാ വീഡിയോയിലും ഇട്ടിട്ടുണ്ട്. ചെറുതായതും കുഞ്ഞ മിക്കവാറും എല്ലാം കൂടിയും പറിച്ച് കളയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം വെച്ചു. ഇനിയിപ്പോൾ ഇതിന് ചെറിയൊരു കമ്പെല്ലാം ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് അത്യാവശ്യം വലുതായി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ചെറിയ കമ്പ് ഇനി കമ്പ് കുത്തി കൊടുക്കണ്ടേ. ഇത് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് കമ്പ് കുത്തി കൊടുക്കണം കേട്ടോ. അമ്മമ്മ തേയില നടക്കുന്നുണ്ട്.